മുതിര കൊണ്ട് ഇതുപോലെ വച്ച് നോക്കിയിട്ടുണ്ടോ? ഞാനിവിടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം മുതിര ഒന്ന് ചൂടാക്കണം ചെറുതായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മുതിരയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മുക്കി വയ്ക്കണം. അതിന് ശേഷം 10-20 മിനിറ്റ് കഴിയുമ്പം അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് അത് വേവിച്ചെടുക്കണം. വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് 2-3 വിസിലൊന്ന് നല്ലപോലെ വേവിച്ച് എടുക്കണം. അതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് സവാള അരിഞ്ഞത്, കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. സവാളയുടെ കൂടെ തന്നെ ഒരു 4-5 ഉണക്കമുളക് ചതച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൈ കൊണ്ട് മുറിച്ചിട്ടിട്ടായാലും മതി. 4-5 ഉണക്കമുളക് അതും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഈ സവാള ശരിക്കും മൊരിഞ്ഞ് വരുന്നവരേക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഉള്ളി എന്തോരം മൊരിഞ്ഞ് വരുന്നോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഉള്ളി എന്തോരം കൂടുതലിടുന്നതും ഇതിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്ര അളവിൽ ഉള്ളി ചേർക്കാൻ നോക്കുക. അതുപോലെ തന്നെ നല്ലപോലെ മൊരിയിച്ചെടുക്കാനും ശ്രദ്ധിക്കുക. ഉള്ളി ശരിക്കും നല്ലപോലെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നു. കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന മുതിര അതേപോലെ തന്നെ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യുക. വെള്ളം ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഉലർത്തണം. അതിൽ വെള്ളമെല്ലാം ശരിക്കും വറ്റി നല്ലപോലെ ഉലർത്തിയെടുക്കണം. അപ്പോൾ എന്തോരം അത് നേരത്തെ ഉള്ളി മൊരിഞ്ഞ പോലെ തന്നെ മുതിര എന്തോരം മൊരിഞ്ഞ് കിട്ടുന്നോ അതുപോലെ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ശരിക്കും ഒന്ന് ഉലർത്തി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഉലർത്തി കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു പിടി തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങയും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തു. എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടിയായാലും ചേർത്ത് കൊടുക്കാം. ചോറിന് കൂട്ടാനായിട്ട് നല്ല ബെസ്റ്റ് തോരനാണ്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ.